പലതരം പച്ചടികളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പച്ചടിയാണ് പൈനാപ്പിൾ പച്ചടി. ഇന്ന് നമുക്കൊരു പൈനാപ്പിൾ പച്ചടി ആയാലോ. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ പൈനാപ്പിൾ. അത് ചെത്തി അതിൻ്റെ മുള്ളൊക്കെ നല്ലതുപോലെ ചെത്തി നീക്കിയതിന് ശേഷം കൊത്തി അരിഞ്ഞെടുത്തതാണ്. ഇതൊരു 4 കപ്പ് കാണും. ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെള്ളം 2 കപ്പ്, സ്റ്റൗ ഓണാക്കാം. അടച്ചു വെച്ച് വേവിക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ 1/4 മുറി തേങ്ങ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കടുക്, അത് പ്രത്യേകം ചതച്ചെടുക്കണം. വെള്ളം വറ്റാറായി. ഇപ്പം സമയങ്ങൾ അടച്ചു വെച്ച് വേവിക്കാം. വെള്ളമൊക്കെ വറ്റി നമുക്ക് പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. 4 ടേബിൾ സ്പൂൺ. 1 ഇട്ട് 2 3 4. ഇതിങ്ങനെ ഇളക്കി വഴറ്റിയെടുക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം. അങ്ങനെ ടോട്ടൽ 5 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇത് നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. മധുരം ഇല്ലാത്തതാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർക്കണം. ഇനി തീ ഓഫ് ചെയ്യാം. നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർക്കാം. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ കടുക് ചതച്ച് വെച്ചിരുന്നത്, ഇനി ഇതിങ്ങനെ തത്തിപ്പൊത്തി അടച്ചങ്ങ് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി പൈനാപ്പിൾ പച്ചടിക്ക് താളിച്ച് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, എണ്ണ ചൂടായി 1 ടീസ്പൂൺ കടുക്, 4-5 ചുവപ്പ് മുളക്, കറിവേപ്പില, സ്റ്റൗ ഓഫാക്കാം. കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കാം. പൈനാപ്പിൾ പച്ചടി റെഡിയായി. പൈനാപ്പിൾ പച്ചടി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും അതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.